ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മിഡിൽ ഈസ്റ്റിലും അതുപോലെ തന്നെ ഇപ്പോൾ നാട്ടിലും ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന കിഫായ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വായിലിട്ട് അലിഞ്ഞു പോകുന്ന ടൈപ്പ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ കുറേ ഫ്രൂട്ട്സിൻ്റെ ഫ്ലേവറൊക്കെ ആയിട്ട് നല്ല അടിപൊളി റിച്ച് ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് കേക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇന്ന് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്നത് കുക്കർ യൂസ് ചെയ്തിട്ടാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഞാനിതുപോലെ തന്നെ ഒരു 3 ലിറ്ററിൻ്റെ കുക്കർ ഒന്ന് ജസ്റ്റ് ഓയിൽ ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കുക്കറിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, സോസ് പാനിലോ അതുപോലെ ഓവനിലോ എല്ലാം ഈ ഒരു റെസിപ്പി തന്നെ ഫോളോ ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പാനിൻ്റെ അളവിൽ ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് അതും കൂടിയും ഇതിനകത്തേക്ക് വെക്കുകയാണ്. അടിയിലൊക്കെ പിടിക്കാതിരിക്കാൻ നല്ലതാണ് കേട്ടോ. ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് സേവ് ചെയ്തിട്ടെടുക്കണം. 1 കിലോ കേക്കിൻ്റെ മെഷർമെൻറ്റ്സാണ് ഞാൻ ഇവിടെ പറയുന്നത്. 1 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏത് ഒരു സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുകയാണെങ്കിലും ബേസിക് സ്റ്റെപ്പാണ് ഈ സേവ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതാ മൈദ, അതുപോലെ തന്നെ 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നല്ലോണം ഒന്ന് സീവ് ചെയ്തിട്ടെടുക്കണം. ഈ സീവ് ചെയ്യുന്ന സ്റ്റെപ്പ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബേക്കിംഗ് പൗഡർ എല്ലാതും എന്നാൽ മാത്രമാണ് കേക്ക് ഒരേ ലെവലിൽ നമുക്ക് പൊന്തി വരുള്ളൂ. അപ്പോൾ നല്ല പോലെ ഒന്ന് സീവ് ചെയ്തിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നമ്മളിത് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബൗള് എടുക്കുക. അതിലേക്ക് ഞാൻ 4 മുട്ട എടുത്തിട്ടുണ്ട്. മീഡിയം സൈസുള്ള 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി വാനില എസൻസ് 1 ടീസ്പൂണും അതുപോലെ തന്നെ ഒരു പിഞ്ച് സോൾട്ടും ഇട്ടിട്ടാണ് നമ്മളിത് ബീറ്റ് ചെയ്യേണ്ടത്. ബീറ്റ് ചെയ്യുമ്പോൾ ആദ്യം ലോ സ്പീഡിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് പതിയെ സ്പീഡ് നമ്മൾ കൂട്ടി കൊണ്ടുവരികയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ജസ്റ്റ് മുട്ടയുടെ ആ ഒരു കളറൊക്കെ ചേഞ്ചായി വരുന്ന ഒരു സമയം വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഗ്രാനുലേറ്റഡ് ഷുഗറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി നല്ല വലിയ തരികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. 3/4 കപ്പ് അളവിലാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. 3/4 to 1 കപ്പ് വരെ നമുക്ക് എടുക്കാം 1 കപ്പ് മൈദയ്ക്ക്. എന്നിട്ട് നല്ലോണം ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് വരും നമ്മളുടെ മുട്ടയുടെ ആ ഒരു മിക്സ് കേട്ടോ. അപ്പോൾ നല്ലോണം പൊന്തി ഇങ്ങനെ വരുന്ന ആ ഒരു ടൈമിലാണ് നമ്മളിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ 1/4 കപ്പ് അളവിലാണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഏത് വെജിറ്റബിൾ ഓയിലും ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. സ്റ്റേജിലെത്തുമ്പോൾ നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാവുന്നതാണ്. ഓവർ മിക്സ് ആവരുത്. എഗ്ഗിൻ്റെ നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ പറഞ്ഞു, ഈ ഒരു കിഫായ കേക്ക് മെയിനായിട്ട് പിസ്ത സ്പോഞ്ച് കേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഒരു 1/4 കപ്പ് പിസ്ത പൗഡറും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നല്ല ആ ഒരു ടേസ്റ്റ് നമ്മുടെ സ്പോഞ്ച് കേക്കിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 1/4 കപ്പ് പിസ്ത പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ മുട്ടയുടെ ആ ഒരു മിക്സിലേക്ക് ബാച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കല്ല ചെയ്യുന്നത്. ബീറ്റർ വെച്ചിട്ട് ജസ്റ്റ് സ്പീഡ് 1-ലിട്ടിട്ട് പെട്ടെന്ന് ഒന്ന് കറക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്യാമെന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ പരിപാടി കഴിയും. അപ്പോൾ കട്ടയൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. പക്ഷേ സ്പീഡ് 1-ൽ കൂടുതൽ ഇട്ടിട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മുട്ട പൊന്തി വന്നതൊക്കെ താഴ്ന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ 2 ബാച്ചായിട്ട് മൊത്തത്തിലുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കേക്കിന് ആ പിസ്തയുടെ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഗ്രീനിഷ് ഷെയ്ഡും അതുപോലെ തന്നെ ഒന്നുകൂടെ നല്ലൊരു ഫ്ലേവറും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വെള്ളമൊക്കെ കലക്കുന്ന പിസ്തയുടെ മിക്സ് ഒരു 1/4 കപ്പ് പാലിൽ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ നമ്മുടെ ബാച്ചിൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഒരു 1/4 കപ്പ് പാലിൽ ഒരു 2-3 ഡ്രോപ്സ് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ആക്കുക. എന്നിട്ട് മുട്ടയുടെയും മൈദയുടെയും മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റർ വെച്ചിട്ട് സ്പീഡ് 1-ലിട്ടിട്ട് തന്നെ ഒന്ന് കറക്കി എടുക്കുകയാണ്. അപ്പോൾ ഫോൾഡ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ബീറ്റർ കൊണ്ട് അഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് അതങ്ങ് മിക്സായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബീറ്റർ യൂസ് ചെയ്യണത്. സ്പീഡ് കൂടാൻ പാടില്ല കേട്ടോ. ഓവർ മിക്സ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കേക്ക് പിന്നെ ക്രാക്കായിട്ടൊക്കെ വരും. ഇനി നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള കുക്കറിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. കുക്കറാണെങ്കിലും ഏത് പാത്രത്തിലാണെങ്കിലും നിങ്ങൾ നല്ല പോലെ എയർ ബബിൾസ് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ടാപ്പ് ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് 35 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്
ആണെങ്കിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ 160 ഡിഗ്രിയിൽ 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി. പിന്നെ ടെമ്പറേച്ചർ വേരിയേഷൻ അനുസരിച്ചിട്ട് ഓരോ ഓവൺ അനുസരിച്ചിട്ട് ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടാകും. അപ്പോൾ അതാ ഇതുപോലെ നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമ്മൾ ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ലെയറായിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ട് നൈഫ് വെച്ചിട്ട് നമ്മൾക്ക് ഇങ്ങനെ ഈക്വലി 3 ലെയറായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുക. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഐസിങ് ചെയ്യാനായിട്ട് പാടുള്ളൂ കേക്കിൽ. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഐസിങ് ചെയ്യാൻ നോക്കാം. ഞാനിതിന് വേണ്ടിയിട്ട് മാക് ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഐസിങ് തുടങ്ങുന്നതിന് ഒരു 3/4 മണിക്കൂർ മുന്നേ തന്നെ ഫ്രീസറിൽ നിന്ന് ഫ്രിഡ്ജിലേക്ക് താഴത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലായാലാണ് നമുക്ക് പെട്ടെന്ന് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് ബീറ്റിങ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ അത് പുറത്തേക്ക് എടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് നമ്മൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. ഞാൻ ഇപ്പോൾ 1.5 കപ്പ് അളവിലാണ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുള്ളത് കേട്ടോ. അതെടുത്തതിന് ശേഷം ആ പാക്ക് സീൽ ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഫ്രീസറിൽ തന്നെ കീപ്പ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ലോ സ്പീഡിൽ നിന്ന് ഹൈ സ്പീഡ് വരെ നമ്മളിങ്ങനെ ബീറ്ററിൻ്റെ സ്പീഡ് കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള കേക്കിൻ്റെ വീഡിയോസിലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് ബീറ്റ് ചെയ്യുന്ന മെത്തേഡ്സൊക്കെ. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് സ്റ്റിഫായിട്ട് ഇങ്ങനെ പീക്സ് വന്ന് തുടങ്ങുമ്പോൾ ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർക്കാനുണ്ട്. നമ്മളിത് ഫ്രോസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു പിസ്തയുടെ ഒരു ഫ്ലേവർ നല്ലപോലെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പിസ്ത പൊടിച്ചതിലോട്ട് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കി എടുക്കുകയാണ്. ഈ ഒരു മിക്സ് നമ്മൾ വിപ്പിംഗ് ക്രീമിലോട്ട് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അത് വെച്ചിട്ടാണ് നമ്മൾ ഫ്രോസ്റ്റിംഗ് ചെയ്യണതും ക്രം കോട്ട് ചെയ്തെടുക്കണതും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് വൈറ്റ് കളറിലുള്ള ഈ ഒരു വിപ്പിംഗ് ക്രീമിൽ നിന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അതായത് പിസ്ത ആഡ് ചെയ്യാത്ത ഒരു പോർഷൻ കുറച്ച് ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫൈനലായിട്ട് ഒരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കേക്കിന്. കാരണം നമ്മൾ പിസ്ത ഇട്ടിട്ട് അടിച്ചിട്ടുള്ള കാരണം കൊണ്ട് തന്നെ ഫിനിഷിങ് ചെയ്യാനായിട്ട് ഒരിത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ആ ഒരു വൈറ്റ് പാർട്ട് കുറച്ച് എടുത്തു വെച്ചത്. എന്നിട്ടിപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മറ്റേ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെയും പിസ്തയുടെയും ആ ഒരു പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ബീറ്ററിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഫ്രോസ്റ്റിംഗ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിസ്തയുടെ ആ ഒരു ഫ്ലേവറും അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമും എല്ലാം കൂടെ മിക്സായിട്ട് ഈ ഒരു കേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. കാരണം ഓൾറെഡി നല്ല 2-3 ഫ്ലേവറുകളാണ് ഈ ഒരു കേക്കിൽ വരുന്നത്. ശരിക്കും പൈനാപ്പിൾ, അതുപോലെ തന്നെ മാംഗോ, സ്ട്രോബെറി ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ടേസ്റ്റാണ് കിഫായുടേത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഡിമാൻഡുമാണ് കേട്ടോ ഈ ഒരു കേക്കിന്. അപ്പോൾ ഇതാ ഞാനിവിടെ ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 3 സംഭവങ്ങൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. മാംഗോ പ്യൂരിയാണ് വേണ്ടത്. നല്ല പഴുത്ത മാങ്ങ മിക്സിയുടെ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അടിച്ചെടുത്തതാണ്. ഒട്ടും വെള്ളം ചേർക്കരുത്. ഇതാണ് നമ്മൾ ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം. ഞാൻ എന്തായാലും ആഡ് ചെയ്തിട്ടില്ല, കുറച്ച് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ലെയറിൽ നമ്മൾക്ക് വേണ്ടത് സ്ട്രോബെറിയാണ്. ഫ്രഷ് സ്ട്രോബെറി കിട്ടാത്ത കാരണം കൊണ്ട് ഞാൻ സ്ട്രോബെറി സിറപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. സ്ട്രോബെറി കിട്ടുന്നവർക്ക് അത് ജസ്റ്റ് ഇതേപോലെ തന്നെ പ്യൂരി ആക്കിയിട്ട് എടുത്താൽ മതി. മിക്സിയിൽ അടിച്ചിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഇങ്ങനെ അടിച്ചെടുത്താൽ മതിയാവും. അതുപോലെ തന്നെ നമ്മൾ ഷുഗർ സിറപ്പ് വെച്ചിട്ടല്ല ഇത് വെറ്റ് ചെയ്തിട്ടെടുക്കുന്നത്, പൈനാപ്പിൾ ജ്യൂസ് വെച്ചിട്ടാണ് വെറ്റ് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ ഫ്രഷ് പൈനാപ്പിൾ ഇതുപോലെ അടിച്ചെടുത്തേക്കാണ്. അധികം വെള്ളമൊന്നും ചേർത്തിട്ടില്ല, കുറച്ച് വെള്ളം ചേർത്തിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് സാധാരണ നമ്മൾ ജ്യൂസ് അടിക്കുമല്ലോ അതേപോലെ ഒന്ന് ജ്യൂസ് അടിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് വെച്ചിട്ടാണ് നമ്മൾ വെറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. ഇതെങ്ങനെയാണ് ലെയർ ചെയ്യണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ടേൺ ടേബിളുമേ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലയിൽ കുറച്ചൊന്ന് വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് താഴത്തെ ബേസ് വെച്ച് കൊടുക്കുന്നത്. അത് അവിടെ നിന്ന് തെന്നി നീങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മളിതാ പൈനാപ്പിൾ ജ്യൂസ് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വെറ്റ് ചെയ്തിട്ട് കൊടുക്കുക. ഫസ്റ്റ് ലെയർ ഓരോ ലെയറും നമ്മൾ പൈനാപ്പിൾ ജ്യൂസ് വെച്ചിട്ട് ഇങ്ങനെ വെറ്റ് ചെയ്തിട്ട് കൊടുക്കണം. വെറ്റിങ് നല്ല പോലെ കൊടുത്താലാണ് കേക്ക് നല്ല സ്പോഞ്ചി ആയിട്ട് അല്ലെങ്കിൽ നല്ല എന്താ പറയുക വായിലിട്ട് അലിഞ്ഞ് പോകുന്ന ടൈപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ നല്ലോണം വെറ്റിങ് കൊടുക്കണം. അതിനുശേഷം നമ്മൾ പിസ്തയും അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമും കൂടി മിക്സാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫ്രോസ്റ്റിംഗ് നമ്മൾ കൊടുത്തു ഫസ്റ്റ് ലെയറിൽ. ഇതിന് മേലയിലായിട്ട് നമ്മൾ മാംഗോ പ്യൂരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല മധുരത്തിൽ അടിച്ചെടുത്തിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മാംഗോൻ്റെയും അതുപോലെ തന്നെ ആ ഒരു സ്ട്രോബെറിയുടെയും എല്ലാത്തിൻ്റെയും ഫ്ലേവറും കൂടി കമ്പൈൻ ചെയ്ത് വരുമ്പോൾ ഈ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കിഫായ്ക്ക്. അടുത്തത് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, ആ മാംഗോ വിപ്പിംഗ് ക്രീമായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത ലെയർ വെക്കാൻ പാടുള്ളൂ. ഞാൻ ഒത്തിരി സ്പീഡിൽ കാണിച്ചതേ ഉള്ളൂ, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ട് പോകും.
ഇനി ഇതിൻ്റെ മേലെ രണ്ടാമത്തെ ലെയറിൻ്റെ മേലെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സ്ട്രോബെറി സിറപ്പ് ഒഴിച്ചു. സ്ട്രോബെറി പ്യൂരി അത് ഏതായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഈ വിപ്പിംഗ് ക്രീമായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് അടുത്ത ലെയർ വയ്ക്കാൻ. അതല്ലെങ്കിൽ ആ ലെയർ വയ്ക്കുമ്പോൾ അത് തെന്നി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഫൈനൽ ലെയറാണിത്. ഈ ലെയറിൻ്റെ മേലേലും ഞാനിതുപോലെ തന്നെ പൈനാപ്പിൾ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കേക്ക് കിട്ടുള്ളൂ. ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ എഡ്ജ് ആ ഒരു ബ്രൗൺ ഷെയ്ഡ് വേണ്ട എന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം. ഏതെങ്കിലും ഒരു റൗണ്ട് ഷേപ്പുള്ള ഐറ്റംസ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതിയാവും കേട്ടോ. ഇനി നമുക്ക് ക്രം കോട്ട് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൊത്തത്തിൽ കേക്ക് കവർ ചെയ്തെടുക്കുകയാണ്. നേരത്തെ വെച്ചിട്ടുള്ള ആ ഒരു വിപ്പിംഗ് ക്രീം വെച്ചിട്ട് മൊത്തത്തോടെ തന്നെ നമ്മളിത് കവർ ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. ഒരു ഫിനിഷിങ്ങിൽ ചെയ്തെടുത്താൽ മതി. കാരണം ഇതിൻ്റെ മേലയിൽ കൂടെ നമ്മൾക്ക് വൈറ്റ് പോർഷൻ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഗണാഷൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി പിസ്തയുടെ ഒരു ഗണാഷ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. മൈക്രോവേവ് ചെയ്താലും മതി. അതല്ലെങ്കിൽ ഒരു സോസ് പാനിലിട്ടിട്ട് നിങ്ങൾ ചൂടാക്കി എടുത്തിട്ട് ചെറിയ നേരിയ ചൂടുള്ള ഒരു വിപ്പിംഗ് ക്രീമിൽക്കാണ് കേട്ടോ ഒരു കപ്പ് ചോക്ലേറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. വൈറ്റ് ചോക്ലേറ്റ്, കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ്. ഇപ്പോൾ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്. കോമ്പൗണ്ട് ഇതുപോലെ വാങ്ങാൻ കിട്ടും. സാധാരണ വൈറ്റ് ചോക്ലേറ്റ് അല്ല, ഇത് ബേക്കിങ്ങിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ആണ്. അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ്, എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്. അതിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ 1:1 എന്നുള്ള ആ ഒരു റേഷ്യോയിലാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1:2 എടുക്കാം കേട്ടോ. ചോക്ലേറ്റ് 2 കപ്പിലൊക്കെ എടുക്കാം ഈ ഒരു വിപ്പിംഗ് ക്രീമിലേക്ക്. അപ്പോൾ എല്ലാം കൂടെ നല്ല മധുരമാണ്, അതുകൊണ്ട് ഞാൻ 1:1 എടുത്തിട്ടുള്ളത്. ഞാൻ അതിലേക്ക് ആ ഒരു പിസ്തയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടും കളറിനും വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു ഇലൈച്ചി മിക്സ് തന്നെ ഞാനൊരു 2-3 ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കളറിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഗണാഷും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു വൈറ്റ് കളർ മാത്രമുള്ള വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ക്രം കോട്ട് ചെയ്തതിൻ്റെ മേലയിൽ കൂടെ ഒരു ലെയറും കൂടെ ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ ഒരു ക്രം കോട്ട് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ഫൈനൽ കോട്ടിങ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാട്ടോ. അപ്പോൾ അതും കൂടി ചെയ്തെടുത്തിട്ട് ഒന്നും കൂടെ സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഗണാഷ് ഒഴിച്ചു കൊടുക്കുന്നത്. ഗണാഷ് ഒഴിക്കുമ്പം ആ ഒരു വിപ്പിംഗ് ക്രീം ചൂടാക്കിയിട്ടാണ് നിങ്ങൾ വൈറ്റ് ചോക്ലേറ്റ് ഇടേണ്ടത്. വിപ്പിംഗ് ക്രീം ഇപ്പോൾ ഈ ഒരു കേക്ക് സെറ്റായി വരുമ്പോഴത്തേനും ഗണാഷ് ജസ്റ്റ് ഒന്ന് സെറ്റായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. അതപ്പോൾ ലൂസായിട്ട് വന്നോളൂ കേട്ടോ. ചോക്ലേറ്റ് അല്ല, ചെറിയൊരു ചൂട് തട്ടുമ്പോൾ തന്നെ അത് ലൂസായിട്ട് വന്നോളൂ. ഇപ്പോൾ ദാ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുള്ള കേക്കാണിത്. ഒന്നും കൂടി ഫിനിഷിങ്ങൊക്കെ ആക്കാം. ഞാനിപ്പോൾ അത്ര പെർഫെക്റ്റ് ഒന്നല്ല, പറ്റാവുന്ന രീതിയിലൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലയിൽ ഞാൻ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു പിസ്തയുടെ ഫ്ലേവറുള്ള വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗണാഷ് ഒഴിക്കാൻ പോവാണ്. അപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഇതുപോലൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ പൈപ്പിംഗ് ബാഗൊന്നും ആക്കണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പാത്രത്തിൽ വെച്ചിട്ട് തന്നെ ഒഴിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കുന്ന വിധത്തിലൊന്ന് ആക്കി കൊടുക്കാം കേട്ടോ, ആവുന്ന വിധത്തിൽ. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെറുതെ ഇങ്ങനെ ഡ്രിപ്പ് ചെയ്ത് എടുക്കുന്ന ആ ഒരു രീതിയിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് നിർത്താവുന്നതാണ്. ഞാനിപ്പോൾ ഫുള്ളായിട്ട് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡ്രിപ്പ് ചെയ്യുന്ന രീതിയിലല്ല, ഞാൻ മൊത്തത്തിൽ ആ ഒരു ഗണാഷ കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുകയാണ്. ഗണാഷ് ഇങ്ങനെ ഒഴിക്കുമ്പം കുറച്ച് ഹൈറ്റുള്ളൊരു പാത്രം വെച്ചിട്ട് ഒരു പ്ലേറ്റും കൂടി വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ചെയ്യണതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ പിന്നെ നമ്മുടെ ടേൺ ടേബിളുമൊക്കെ മൊത്തം ഗണാഷാവും. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സസ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഗണാഷൊക്കെ നമുക്ക് തുടച്ച് ഇതുപോലെ ഇങ്ങനെ എടുക്കാവുന്നതാണ്. ഒരു സ്പാച്ചില വെച്ചിട്ട് നമുക്കിങ്ങനെ തുടച്ച് മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഓൾമോസ്റ്റ് ഗണാഷൊക്കെ ഒഴിച്ച് സെറ്റ് ആവാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 3 മണിക്കൂർ മിനിമം എങ്കിലും കേക്ക് സെറ്റ് ചെയ്യണം, എന്നാലാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ചെയ്യാം. കിഫായ ആയതുകൊണ്ട് തന്നെ മാംഗോ ആണ്, നമുക്ക് അതിലുള്ള ഫ്ലേവേഴ്സ് ജസ്റ്റ് ഒന്നിങ്ങനെ കാണിക്കാവുന്നേ ഉള്ളൂ. കിഫായ കൂടുതലും നമ്മൾ ഇങ്ങനെയാണ് കണ്ടിട്ടുള്ളത്, ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യാറുള്ളത്. ബെറീസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തേ ഉള്ളൂ. നല്ല സോഫ്റ്റാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയും. ഇത് കട്ട് ചെയ്തിട്ട് നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. സാധാരണ കിഫായമേ നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഫ്ലവറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഡിസൈനൊന്നും കൊടുക്കണത് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലൊക്കെ ആണെങ്കിൽ ബേക്ക് മാർട്ടൊക്കെയാണ് സൂപ്പറായിട്ടുള്ള കിഫായ സെർവ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവരുടെയൊക്കെ കേക്കിലുമ്പോൾ നമ്മൾ ഇതേപോലെ ഗണാഷയമേ കുറച്ച് ബെറീസും ചോക്ലേറ്റ്സൊക്കെ വെച്ചിട്ടുള്ള ഡെക്കറേഷനാണ് കൂടുതലും കണ്ടിട്ടുള്ളത്.
അപ്പോൾ അതേപോലെ ഒന്ന് ജസ്റ്റ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ളൊരു കേക്കാണ്, അതേപോലെ തന്നെ ടേസ്റ്റിലും നല്ല റിച്ചാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ 1 kg ആയിട്ടുള്ള ഈ ഒരു കേക്കിന് 1500 രൂപയാണ് കേട്ടോ നാട്ടിൽ റേറ്റ് പറഞ്ഞത്. ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ഫ്രൂട്ട് കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം. ബർത്ത്ഡേക്കും അതുപോലെ ഏത് ഫംഗ്ഷൻ ആയാലും സ്പെഷ്യൽ ആവാനായിട്ട് ഒരു സൂപ്പർ കേക്കാണ്. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്